ഒരു പ്രശ്നമുണ്ട്. എന്തുവാണ്? ഞാൻ വാട്സാപ്പിൽ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ വന്നതാ, നീ നോക്കേ. രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ലീക്കായി. രമേശ് പിഷാരടിയെ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അയാൾ പറഞ്ഞത് വഷളത്തരം തന്നെയാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു രീതിയിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് കേരളത്തിലുണ്ടോ? ഈ രമേശ് പിഷാരടി ശ്വേതാ മേനോനോട് ചോദിക്കുകയാണ്, എവിടെയാണിപ്പോൾ? അത് ഞാൻ ക്രൗൺ പ്ലാസയിലാണ്. എന്താ പരിപാടി? അതെൻ്റെ ഭർത്താവ് വൈകിട്ട് വരും. അപ്പോൾ ഭർത്താവ് വന്നിട്ടാണോ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വഷളൻ ചിരി, ഒരു നീണ്ട ചിരി പിഷാരടി ചിരിക്കുന്നു. എന്തൊരു കള്ളനാ! കേൾക്കാനുള്ളതെല്ലാം കേൾക്കും, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കും. അതിനുശേഷം പിന്നീട് കുറേ കഴിയുമ്പോഴാണ്, കുറേ ദിവസങ്ങളോ നാളുകളോ ഒക്കെ കഴിയുമ്പോഴാണ് ഒരു ബോധോദയം ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് മോശമായിരുന്നല്ലോ. ശ്വേതാ മേനോനൊക്കെ വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളാണ്, എനിക്കിങ്ങനെ ചുറ്റി വളച്ചൊന്നും സംസാരിച്ചാൽ മനസ്സിലാകില്ല എന്നൊക്കെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇത് ഏതൊരു മുതിർന്ന വ്യക്തിക്കും മനസ്സിലാകുന്ന ഒരു വഷളത്തരമാണ് പിഷാരടി പറഞ്ഞത്. സംസാരിക്കാറുണ്ടോ? അല്ല, ഹസ്ബൻഡ് വന്നു പോട്ടല്ല. ആ പ്രതികരണത്തിന് ഒരു ഗൗരവവും വേണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുന്നുമില്ല. എന്നാൽ പിഷാരടി ചെയ്തത് അങ്ങേയറ്റത്തെ വലിയൊരു മോശം എന്ന് പറഞ്ഞാൽ ഒരു അധപ്പതിച്ച രീതി. ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും ഇങ്ങനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൂടാ. വരുന്നത് അവരുടെ ഭർത്താവാണ്. കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി.